നമസ്കാരം. ഞാൻ ഡോക്ടർ അനീസ് അഹമ്മദ് കുരിക്കൽ, അസിസ്റ്റന്റ് പ്രൊഫസർ, ജനറൽ മെഡിസിൻ വിഭാഗം, പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല. ഇന്ന് മെയ് 17 വേൾഡ് ഹൈപ്പർടെൻഷൻ ഡേ ആയി ആചരിക്കുന്നു. 2021 ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഭൂമിയിൽ 140 കോടിയിലധികം ആളുകൾക്ക് രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർടെൻഷൻ ഉണ്ട്. ഇതിൽ 50% ആളുകൾക്കും അവർക്ക് ഹൈപ്പർടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല. അറിയുന്ന ആളുകളിൽ തന്നെ 6 ഒരാൾക്ക് മാത്രമേ കൃത്യമായ ചികിത്സ കിട്ടുന്നുള്ളൂ. ഹൈപ്പർടെൻഷൻ ഒരു സൈലന്റ് കില്ലറാണ്. ഹൃദയാഘാതം, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, കിഡ്നി ഫെയിലിയർ, ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം ഹൈപ്പർടെൻഷനാണ്. ഇത്തവണത്തെ തീം എന്ന് പറഞ്ഞാൽ മെഷർ യുവർ BP ആക്യുറേറ്റ്ലി, കൺട്രോൾ ഇറ്റ്, ലീവ് ലോങ് എന്നാണ്. കൃത്യമായി നിങ്ങളുടെ രക്തസമ്മർദ്ദം അളക്കുകയും അത് കൺട്രോൾ ചെയ്യുകയും നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും തന്മൂലം ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാം എന്നുമാണ് ഇത്തവണത്തെ തീം. ഹൈപ്പർടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദത്തിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയാണ്. ആഹാരത്തിലുള്ള അമിതമായ ഉപ്പിൻ്റെ അളവ്, വ്യായാമമില്ലായ്മ, മാനസിക പിരിമുറുക്കം, മദ്യപാനം, പുകവലി എന്നീ ദുശീലങ്ങൾ, ഇതെല്ലാം രക്താതിസമ്മർദ്ദത്തിന് കാരണമാണ്. അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ എടുക്കലും ഏറ്റവും പ്രധാനമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ രക്തസമ്മർദ്ദം ഇതുവരെ അല്ലെങ്കിൽ ഈ അടുത്തൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് നിങ്ങളുടെ BP തീർച്ചയായും നോക്കുക. കൂടുതലുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായ അളവിൽ കഴിക്കുകയും ചെയ്യുക. നന്ദി.